ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് നിലവിൽ മഴ ദുർബലമായി തുടരുകയാണ്. ഇടയ്ക്ക് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമായി ചെറിയ തോതിലുള്ള മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പലയിടത്തും വെയിൽ അനുഭവപ്പെടുന്നുമുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ടിരുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ മെച്ചപ്പെട്ടിരുന്ന മഴ സിസ്റ്റം ദുർബലമായതോടെ ദുർബലമാവുകയായിരുന്നു. എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ അടുത്തൊരു ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള സാധ്യത വന്നതോടെ സംസ്ഥാനത്ത് മഴയിൽ വീണ്ടും വർധന വരികയാണ്. അതേസമയം വടക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാതച്ചുഴി നിലനിൽക്കുന്നതായും ഇത് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമായി മാറിയേക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു. തായ്ലാന്റ് ഭാഗത്തുനിന്ന് മ്യാൻമർ വഴി ബംഗാൾ ഉൾക്കടലിൽ എത്തിയതാണ് ഈ സിസ്റ്റം. ന്യൂനമർദ്ദം രൂപപ്പെടുന്നതോടെ സംസ്ഥാനത്ത് നാളെ മുതൽ മഴയിൽ വർധന പ്രതീക്ഷിക്കാം. മറ്റന്നാൾ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റന്നാൾ 6 ജില്ലയിലാണ് യെല്ലോ അലർട്ടുള്ളത്. തുടർ ദിവസങ്ങളിലും സംസ്ഥാനത്ത് യെല്ലോ അലർട്ടുണ്ട്. നബിദിനവും തിരുവോണവും ഒന്നിച്ചെത്തുന്ന സെപ്റ്റംബർ 5 വെള്ളിയാഴ്ചയും സംസ്ഥാനത്ത് മഴസാധ്യത നിലവിലുണ്ട്. വടക്കൻ കേരളത്തിലാണ് കൂടുതൽ മഴ ലഭിക്കുക. നിലവിൽ 2 ജില്ലയിലാണ് അന്ന് യെല്ലോ അലർട്ടുള്ളത്. ഞായറാഴ്ച വരെയെങ്കിലും ന്യൂനമർദ്ദത്താലുള്ള മഴ സംസ്ഥാനത്ത് ലഭിച്ചേക്കും. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.